സ്പോട്ട് ലൈവ് തുടരുന്നു. സ്വർണ്ണമോഷണത്തിനായി അയൽക്കാരി കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശിനി ലതാകുമാരിയാണ് മരിച്ചത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാരന്റെ ഭാര്യ സുമയ്യ അറസ്റ്റിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. അതായത് ഈ പോലീസുകാരൻ്റെ ഭാര്യയായ സുമയ്യ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ലതാകുമാരിയെ കെട്ടിയിട്ട് സ്വർണം തട്ടിയെടുക്കുന്നു. അതിനുശേഷം വീടിന് തീ കൊളുത്തുന്നു. ഈ സംഭവത്തിൽ കവർച്ചാ കുറ്റവും മോഷണക്കുറ്റവും വധശ്രമത്തിനുള്ള കേസുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇപ്പോൾ ഈ ലതാകുമാരിയുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടോ? അത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റം കൂടി ഇപ്പോൾ ചുമത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒക്ടോബർ 9 വൈകിട്ട് 5 മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. കീഴ്വായ്പൂർ സ്വദേശിയായ ലതാകുമാരിയാണ് ഈ തൊട്ട് അടുത്ത് താമസിക്കുന്ന പോലീസുകാരന്റെ ഭാര്യ ഈ സുമയ്യ എന്ന് പറയുന്ന പ്രതി വീട്ടിലെത്തി തീ കൊളുത്തി കൈയും കാലും കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുന്നത്. എന്തായാലും അത് പ്രധാനമായും പറയുന്നത് ഈ സുമയ്യ ഈ ലതാകുമാരിയോട് പണം ആവശ്യപ്പെട്ടത്. കാരണം ഈ സുമയ്യക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രധാനമായും ഓഹരി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമയ്യ ലതാകുമാരി എന്നും പണം ആവശ്യപ്പെട്ടത്. ആ പണം പണം നൽകിയില്ല. എന്നാൽ ആഭരണങ്ങൾ നൽകാൻ പറഞ്ഞു. ആഭരണങ്ങൾ നൽകാൻ തയ്യാറായില്ല. ഇതിന്റെ ഒരു പ്രകോപനത്തിലാണ് ഈ ലതാകുമാരിയെ കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി വീടിനും തീ കൊളുത്തിയതിനു ശേഷം സുമയ്യ തൊട്ടടുത്തേക്ക് പോവുകയും ചെയ്തു. അന്ന് തന്നെ ഈ ലതാകുമാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുമയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും റിമാൻഡിലാണ് അവർ. ഈ സമയത്താണ് എന്തായാലും ഈ തൊട്ടടുത്ത് വലിയ ഗുരുതരമായി പൊള്ളലേറ്റ ലതാകുമാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചികിത്സയിലായി ഇരിക്കെയാണ് ഇന്നലെ രാത്രി മരിച്ചത്. നിലവിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന്റെ ഭാര്യയാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്ത് ഈ സുമയ്യ എന്ന് പറയുന്നത്. ഈ സുമയ്യക്കെതിരെ ഓഹരി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഭർത്താവ് അറിയാതെയാണ് നടത്തിയിരുന്നത്. അതിൽ വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സുമയ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും പരിചയക്കാരാണ്. കീഴ്വായ്പൂർ സ്റ്റേഷന്റെ തൊട്ടടുത്ത പോലീസ് ക്വാർട്ടേഴ്സിലാണ് പ്രതിയായ സുമയ്യ താമസിച്ചത്. അതിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ലതാകുമാരിയും താമസിച്ചത്. മല്ലപ്പള്ളി പഞ്ചായത്തിലെ ആശാ വർക്കർ കൂടിയാണ് ഈ ലതാകുമാരി. എന്തായാലും ഈ നിരന്തരം ഇവർ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം വെച്ചാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത്. ആ പണം ആദ്യഘട്ടത്തിൽ നൽകിയില്ല. പിന്നീടാണ് ആഭരണങ്ങൾ പണയം വെക്കാനായി ആവശ്യപ്പെട്ടത്. അത് തരാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ അവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകും. പിന്നീട് കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും വീടിനും തീയിട്ടതിനു ശേഷം സുമയ്യ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ തീ കൊളുത്തിയ സമയത്ത് തന്നെ ലതാകുമാരി വളരെ അലറി വിളിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടിച്ചെന്നത്. അപ്പോൾ തന്നെ പോലീസുകാർ ലതാകുമാരിയുടെ മൊഴിയെടുക്കുകയും ആശുപത്രിയിലെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രതിയായ സുമയ്യയെ പിടികൂടിയത്. എന്തായാലും അറസ്റ്റിലാണ് അവർ. നിലവിൽ വധശ്രമം, അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറുക എന്നുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. മോഷണ കുറ്റമുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്നാണ്. തീർച്ചയായും ഇവരെ എങ്ങനെയാണ് ഈ അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഓൺലൈൻ ലോൺ ആപ്പ് വഴിയുള്ള നിരവധി തുക അവർ ലോൺ എടുത്തിരുന്നു, വായ്പ എടുത്തിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ ഈ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ലതാകുമാരിയുടെ സ്വർണം കവർ ചെയ്യാൻ ആസൂത്രണം നടത്തിയത്. പിന്നീട് അവരെ കൊലപ്പെടുത്താനുള്ള നീക്കം. കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം തന്നെ സുമയ്യയ്ക്കുണ്ടായിരുന്നോ? നിരവധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഓഹരി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുമ്പോൾ അവിടെല്ലാം പരാജയം സംഭവിച്ചു. പണം നഷ്ടപ്പെട്ടിരുന്നു. അതെല്ലാം ഈ മൊബൈൽ ആപ്പ് വഴി പല ലോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു സുമയ്യ. അതൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഈ സുമയ്യക്കുണ്ടായി. അത് ഭർത്താവിനോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഈ ഒരു മാനസിക പ്രയാസത്തിലാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് പരിചയക്കാരിയായ തൊട്ടടുത്ത് താമസിക്കുന്ന ലതാകുമാരിയെ സമീപിക്കുന്നത്. ലതാകുമാരി ആദ്യം പണമാണ് ആവശ്യപ്പെട്ടത്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീടാണ് ഈ സ്വർണം പണയം വെക്കാനായി ചോദിച്ചത്. അതും നൽകാതെ വന്നപ്പോഴാണ് ഈ പെട്ടെന്ന് തന്നെ ഇത് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, സ്വർണം കവർന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമിച്ച് ഈ കൈയും കാലും കെട്ടിയിട്ടതിനു ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് തീയിട്ടത്. എന്തായാലും ഒരു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഭരണങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ സുമയ്യക്കുണ്ടായിരുന്നു. പോലീസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ലഭിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് ഈ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും പുറത്തു പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കൈയും കാലും കെട്ടിയിട്ട്
ഈ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അവിടേക്ക് രക്ഷപ്പെട്ട് ലതാകുമാരി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടി വരുന്നത്. ഭാഗ്യമായി പൊള്ളലേറ്റ ലതാകുമാരിയെ അപ്പോൾ തന്നെ പോലീസുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഇന്നലെ രാത്രിയിലാണ് ലതാകുമാരിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കൊലക്കട്ടത്തിലൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന മോഷണ കുറ്റം, അതിന് വീട്ടിൽ അതിക്രമിച്ച് കിടക്കുക തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള മോഷണം ആസൂത്രണം ചെയ്തതാണ്. പക്ഷെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇപ്പൊ ഈ വാക്കേറ്റവും പ്രതികരണം ഉണ്ടായ സമയത്താണ് ഈ സുമയ്യ ഈ ലതാകുമാരിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ മോഷണത്തിനായി അയൽക്കാരെ കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചുവെന്ന വാർത്ത ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. ഇതോടെ പ്രതി സുമയ്യക്കെതിരെ കൊലക്കുറ്റം പോലീസ് ചുമത്തും.